അടുത്ത ഷോട്ട് ഐഡന്റിറ്റി ഫാമിലിയിലെ ക്രിസ്മസ് ആഘോഷമാണ്. അവിടെ പുൽക്കൂടുണ്ട്, ക്രിസ്മസ് ട്രീ ഉണ്ട്, നക്ഷത്രങ്ങളുണ്ട്. അഖിലു പറഞ്ഞതുപോലെ നക്ഷത്രങ്ങൾ, ഭൂമിയിലെ 3 താരങ്ങളുണ്ട് അഖിലിന്റെയും മനസ്സിന്റെയും ഈ ഐഡന്റിറ്റി ലൊക്കേഷനിൽ. അതുകൊണ്ട് അടുത്ത ഷോട്ടിനെ ക്ലപ്പടിക്കാൻ പ്രേക്ഷകരായ നിങ്ങളെയും ക്ഷണിക്കുന്നു. Happy Christmas. നമസ്കാരം. മാതൃഭൂമി ന്യൂസിൻ്റെ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും ടീം ഐഡൻറ്റിറ്റിയുടെ വക ക്രിസ്മസ് ആശംസകൾ. ക്രിസ്മസ് എന്ന് പറയുമ്പം ഒരുപാട് ഓർമ്മകൾ വരുന്നുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ പ്രായം മുതലേ സിനിമ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ട് ഇതും ടോവി, തൃഷ മാം, വിനയ് സർ, രാജ് സർ, അനസ്ഖാൻ, ഒരു പറ്റ സുഹൃത്തുക്കളുടെയും കോ സ്റ്റാർസിൻ്റെയും കൂടെ ഒരു സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് ഒരു ക്രിസ്മസ് ആഘോഷിക്കാൻ അവസരം കിട്ടുന്നത് ആദ്യമായിട്ടാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സ്പെഷ്യലായ ഒരു ക്രിസ്മസ് ആണ്. അപ്പോൾ ഒരു ക്രിസ്മസ് ഷൂട്ടിനിടയ്ക്കും ഒരു ലഞ്ചിൻ്റെ ബ്രേക്കിനിടയ്ക്ക് വീണ്ടും ഒരുമിച്ചിരുന്ന് സിനിമയെ പറ്റിയും ഐഡൻറ്റിറ്റിയെ പറ്റിയും ക്രിസ്മസ് വിശേഷങ്ങളെ പറ്റിയും സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസരത്തിൽ ഒരുപാട് സന്തോഷം. തൃഷ മാമിനോട് ചോദിച്ചാൽ മാം, ഹൗ ഈസ് ഐഡൻറ്റിറ്റി ആൻഡ് ഹൗ ഈസ് യുവർ എക്സ്പീരിയൻസ്? So far great. I joined you guys, as we all know, just about few days ago, and it's been fun. I think I already know Vinay. We've already worked in a film together before. Yeah, so that comfort is obviously already there. I've known him for a decade almost, and I've also met Tovino a couple of times before at award functions, so I think we've managed to break the ice. And I can't say so much in front of you, but I think both of you all have come up with such a good script, and I'm very happy to be part of it, because as heroines we look forward to playing different kinds of film, you know, instead of being typecast or stereotyped. And a massive thanks to our producer, because this is a big film for Malayalam, and for seeing us through it. Merry Christmas, everyone. We are on the sets of Identity movie, a movie that I really looked forward to. Akhil came and told me the story last year while I was shooting for another movie. And as soon as I heard the story, I called up Tovino and I said, "You are not taking anyone, I am doing this movie, no matter what." And once they confirmed Trisha, they had to talk to Trisha, it was a surprise. And I saw it, I was like, wow, Trisha's in this movie. And congratulations, Trisha, it's our 10th year anniversary for Yes, Yenrendram Punnagai. Yeah. Movie that we That first did worked very together. well, that Very we well. did in Tamil, yeah. And that's the first time I worked with Trisha, so I know how she works. I've got massive respect for her. So by the time she's in this movie, it's on another level. You've got like a really great artist. Tovi was everything that I thought he would be, and imagine more than what I would imagine him to be. A great friend. Thank you so much for everything, Tovi. He's been always smiling, always great, pulling me off from the set, trying to make me play Ludo. Sorry, sir, we're not wasting your money. Okay, but he's been a really wonderful hero and a great co-artist who's really seen that all of us are comfortable, and he gives his best, and he's been an inspiration for us. ഐഡൻറ്റിറ്റി ഒരു ആക്ഷൻ ത്രില്ലർ സ്വഭാവമുള്ള സിനിമ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ക്രിസ്മസും ആക്ഷൻ സീനുകൾക്ക് നടക്കുക തന്നെയാണ്. സോ ടോവി, എങ്ങനെയാണ് ഇവരുടെ കൂടെയുള്ള വർക്കിംഗ് എക്സ്പീരിയൻസ്? എനിക്ക് സിനിമ, ഞങ്ങൾ കുറേ നാളായിട്ട് സുഹൃത്തുക്കളാണ്. ഞങ്ങൾ ഒരുമിച്ച് ഫോറൻസിക് ചെയ്തിട്ടുണ്ട്, ഞാനും അഖിലും അനസും രാജു ചേട്ടനും ഒക്കെ. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്കിതൊരു എന്താ പറയുക, ഒരു ബഞ്ച് ഓഫ് ഫ്രണ്ട്സ് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പുതിയ 2 പേര് വരുന്ന സമയത്ത് എനിക്ക് പരിചയമുള്ള, ഞങ്ങൾ 1-2 ഫംഗ്ഷൻസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ ഈ കഥയൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ എന്നെ വീഡിയോ കോൾ ചെയ്ത് ഞങ്ങൾ സംസാരിച്ചിരുന്നു കുറച്ച് സമയം. അങ്ങനെയാണ് പരിചയപ്പെട്ടത്. 2 പേരും ആണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞ് ഞാൻ ലുഡോ ഒക്കെ കളിക്കാൻ വിളിക്കുമ്പോൾ വരുന്നുണ്ട്. അതായത് നമ്മൾ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ കുറേ ഫ്രണ്ട്സൊക്കെ ആയിട്ട് എടുക്കുന്ന സമയത്ത് ഒരു ഷോട്ടിന് അടുത്ത ഷോട്ടിൻ്റെ ബ്രേക്കിൽ ചിലപ്പോൾ നമ്മളുടെ ഫൺ പരിപാടികൾ ഇങ്ങനെ ലുഡോ അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ ആയിരിക്കും. അപ്പോൾ അതിലെല്ലാവരും ഇവരും വന്ന് കറക്റ്റായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ എന്നെക്കാളും വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് 2 പേരും. മറ്റ് വലിയ ഇൻഡസ്ട്രികളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവർ മലയാളം സിനിമയോട് കാണിക്കുന്ന സ്നേഹവും മലയാളം സിനിമയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവർ ഭയങ്കര ഹാപ്പിയാണെന്ന് പറയുന്നതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം തരുന്നുണ്ട്. ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് 2 പേരും. പിന്നെ അനസും അഖിലും
കുറേ നാളായിട്ട് ഈ സിനിമയുടെ പുറകിലാണ്. എനിക്കറിയാം, നമ്മൾ ലോക്ക്ഡൗണിൻ്റെയൊക്കെ സമയം മുതൽ ഇങ്ങനൊരു പരിപാടി ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് കഴിഞ്ഞ വർഷം ഈ സമയത്ത് അഖിൽ കംപ്ലീറ്റ് ഷോർട്ട് ഡിവിഷൻ കഴിഞ്ഞൊരു സ്ക്രിപ്റ്റ് കൊണ്ട് തന്നു. അപ്പോൾ അത്രയും പണിയെടുക്കുന്ന ഒരാൾ നമുക്ക് ട്രസ്റ്റ് ചെയ്യാം. ഞാൻ അഖിലിൻ്റെ പടത്തിൽ അല്ലെങ്കിൽ അനസിൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഭയങ്കര സേഫാണ് എന്ന് എനിക്ക് തോന്നും. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ഈസ് ടേക്കൺ കെയർ ഓഫ് എന്ന് പറയുന്നത്. അതുപോലെ രാജചേട്ടനാണെങ്കിലും ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാൾ, അതായത് സിനിമയെ പറ്റിയിട്ട് നല്ല ധാരണയുള്ള കുറച്ച് സഹൃദയനായിട്ടുള്ള ഒരു പ്രൊഡ്യൂസറെ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. ടൊവിയുടെ ഒരു സിനിമ ചെയ്യുന്നു ചേട്ടാ, ഓക്കെ എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ വിനയ് റായ്, തൃഷ, അഖിൽ ജോർജ്, ചമൻ ചാക്കോ, അനീസ് നാടോടി, അങ്ങനെ ഇതിൻ്റെ അകത്ത് ഇപ്പം മലയാള സിനിമയിലെ ഈ പേരുകൾ എല്ലാവർക്കും സുപരിചിതമായ പേരുകളാണ്. ഇവരെ എല്ലാവരെയും കൂടെ കൂട്ടി ഇങ്ങനെ ഒരു സിനിമ എനിക്ക് ഉണ്ടാക്കാൻ, അത് അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നും ഞാനും വിചാരിച്ച കാര്യമല്ല. ഇതൊക്കെ ഓരോ സിനിമകളും തുടങ്ങുമ്പോൾ അത് വന്നു ചേരുന്ന ആ ഒരു ഒടുക്കിൽ അതിൻ്റെ ഒരു കൂട്ടായ്മയിൽ കൂടെ വന്നു ചേരുന്നു. അങ്ങനെയാണ് ഒരു സിനിമ സക്സസ് ആകുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു പരിപൂർണമായൊരു വിശ്വാസമുണ്ട്, അഖിലിൻ്റെ സിനിമ, ഈ പറയുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും സിനിമ സക്സസ് ആയിരിക്കും എന്ന് വളരെയധികം വിശ്വസിച്ച് ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇതിന് മുമ്പ് വരെ ആക്ച്വലി ക്രിസ്മസ് ആഘോഷിച്ചിട്ടുള്ളത് ഫ്രണ്ട്സിൻ്റെ കൂടെയും പിന്നെ ഫാമിലിയുടെ കൂടെയൊക്കെയാണ്, പിന്നെ ഫ്ലാറ്റ് മേറ്റ്സ്. അങ്ങനെ ആദ്യമായിട്ടാണ് ഒരു ഫിലിം സെറ്റിൽ ക്രൂവിൻ്റെ കൂടെ ആഘോഷിക്കുന്നത്. മിന്നൽ മുരളിയും മായാനദിയും ഒക്കെ റിലീസായ സീസൺ ഈ ക്രിസ്മസ് സീസണാണ്. അത് 2017 ഡിസംബർ 22 മായാനദി റിലീസാവുന്നത്. മിന്നൽ മുരളി 2021 ഡിസംബർ 24. അപ്പോൾ കുറച്ച് സന്തോഷമൊക്കെ തന്നിട്ടുള്ളൊരു സീസണാണ്. പിന്നെ മൊത്തത്തിൽ തണുപ്പും ഒരു കുറേ ലൈറ്റ്സും പരിപാടിയൊക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു സീസണാണ്. But I've had many Christmas holidays. This is not one of them. But it's my first Christmas working day. I'm enjoying it with this incredible team of artists and the crew. Great food, great experience, really good memories over here, and I'm enjoying every bit of it. Merry Christmas to everyone. I hope you'll have the same. The main reason I'm doing this film is normally in my body of work, I have a huge respect for Malayalam cinema. Huge respect. So that's why I've kind of spaced out, and I mean, I feel cinema is global, pan-Indian, all of it. But then to have this in your, like a biodata, is a privilege, because I think Malayalam makes beautiful content, and that's the main reason I chose this film. I mean, because obviously I don't live here and do only Malayalam films. So when Mr. Anas and Mr. Akhil brought this to me, I thought this would be a nice film for my body of work for 2024. So that's why I did it. And like Vinay said, I have not worked also on Christmas. He refused to give us the day off. We asked for it. But I'm very happy, because I also believe that on big occasions, they say it's very lucky to work. So let's hope it's lucky for the film. Yeah, that's all. അപ്പോൾ ഈ സിനിമയിലെ എൻ്റെ ക്യാരക്ടറിനെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ, പക്ഷെ അതിനകത്ത് ഹരൺ ശങ്കർ എന്നാണ് ഇയാളുടെ പേര്. ഇയാളും 2 സിസ്റ്റേഴ്സൊക്കെ ആയിട്ട് കൊച്ചിയിൽ താമസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാളും കൂടെ ഭാഗമാകുന്ന കുറേ ഇൻസിഡൻസ് ഉണ്ട്. അയാളെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ആൾക്കാരും ഒക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇതിനകത്ത്. അതിനിടയിൽ വരുന്ന വേറൊരു ഇൻവെസ്റ്റിഗേഷനും അതിനകത്ത് കുറച്ച് ഒരുപാട് പറയാൻ പറ്റില്ല. സാറിന് എൻ്റെ ഒരു ക്രിസ്മസ് പരിപാടി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു സിനിമ ഫാമിലിയുടെ കൂടെ കാണുക, ഏത് തിയേറ്ററിലോ അല്ലെങ്കിൽ ടി വിയിലോ കാണുക എന്നുള്ളതാണ് സ്ഥിരം ചെയ്യാറുള്ളത്. ഇപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഫോറൻസിക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഡിസംബർ 21 നമ്മൾ പാക്കപ്പ് ആയിട്ടോ, എന്നിട്ട് മിന്നൽ മുരളിയിലായിരുന്നു ക്രിസ്മസ് മിന്നൽ മുരളിയുടെ സെറ്റിലായിരുന്നു. ഏകദേശം ആ സമയത്തൊക്കെ തന്നെയാണ് ഞാൻ മറ്റേ പപ്പാഞ്ഞിട്ട് വന്നിട്ട് മിന്നലടിക്കുന്ന സാധനം ഷൂട്ട് ചെയ്തത്. ക്രിസ്മസ് സമയത്താണ് അത് റിലീസായതും, ആ സിനിമ റിലീസായതും ഒരു ക്രിസ്മസിനാണ്. ഫസ്റ്റ് ടൈമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ഷൂട്ടിംഗ് സെറ്റിലൊരു ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ഒരു ചെറുപ്പം മുതലേ സിനിമ ചെയ്യുക എന്ന് പറയുന്ന ടൊവിയും അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ വന്ന ഒരാൾക്ക് ക്രിസ്മസ് സെറ്റിൽ ആഘോഷിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം പരിപാടിയാണ്. പിന്നെന്ന് വെച്ചാൽ എൻ്റെ ഫാമിലി ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതായത് അവർക്ക് എല്ലാവർക്കും ഇൻഡിവിജ്വൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും
ക്രിസ്മസിന് ഇപ്പോൾ അന്ന് വാശിക്കുന്ന സമയത്ത് അന്ന് ഞാൻ ക്രിസ്മസിന് വീട്ടിൽ വരില്ല എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടെ ട്രെയിൻ കയറി അങ്ങോട്ട് വന്നു. അല്ല ഞാൻ ഒരുമിച്ചാണ് ഞങ്ങൾ ഒരു ഫ്ലൈറ്റിലാണ് പോയത്. ട്രിവാൻഡ്രത്ത്. അത് കഴിഞ്ഞ് ഇപ്പം ഇന്ന് ഇപ്പോൾ ഇവരുണ്ട്. എന്നുവെച്ചാൽ എല്ലാവരും ഒരുമിച്ചാവണം എന്നുള്ളത്, വീട്ടിൽ തന്നെ ആവണമെന്നില്ല. അത് ഇപ്പോൾ ലൊക്കേഷനിലാണെങ്കിൽ അവർക്ക് വന്ന് എൻജോയ് ചെയ്യാനും കുഴപ്പമില്ല. അപ്പം എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര വീട്ടിൽ പോകാൻ പറ്റില്ല എന്നൊക്കെ തോന്നുമായിരുന്നു. പക്ഷെ പിന്നെ നോക്കുമ്പോൾ വെച്ചാൽ നമ്മൾ വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്ന പോലെ തന്നെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം തന്നെയാണ് ലൊക്കേഷനും. പിന്നെ ഞാൻ കുറച്ച് സിനിമ കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും പരിചയമായി. അതായത് കുറേ ആൾക്കാരെ എനിക്ക് ഈ സെറ്റിലുള്ളൊരു 90% ആൾക്കാരോട് ഞാൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഫോറൻസിക്കിൽ നമ്മൾ ക്യാമറമാൻ അഖിൽ ജോർജ് ഉണ്ടായിരുന്നു, എഡിറ്റർ ചമൻ, ലൈറ്റിലെ ചേട്ടന്മാരാണെങ്കിലും പ്രൊഫഷണൽ ചേട്ടന്മാരാണെങ്കിലും മേക്കപ്പ് തുടങ്ങിയിട്ടുള്ള എല്ലാവരെയും നമ്മൾ കഴിഞ്ഞ കുറേ ഞാൻ കുറച്ച് നാളായാലും ഇപ്പോൾ കാണുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമുക്കും അതൊരു ഒരു അങ്ങനെ ഒരു വേറെ കുഴപ്പമില്ല, ആഘോഷത്തിനൊരു കുറവില്ല. നമ്മൾ ഇവിടെ ആഘോഷിക്കും, വേറൊരു കുടുംബത്തിന്റെ കൂടെയാണ് നമ്മൾ ആഘോഷം. അതെ, ആക്ച്വലി അതെ. എനിക്ക് അതുപോലെ ബെറ്റ്സി ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു. രാവിലെ പള്ളിയിൽ പോയി ക്രിസ്മസ് കുർബാന കണ്ടിട്ടാണ് വന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വരുന്നത്. സോ അത് രണ്ടും ഭയങ്കര സന്തോഷമാണ്. പിന്നെ പ്രേക്ഷകർക്ക് വേണ്ടിയാണല്ലോ സിനിമ ഉണ്ടാക്കുന്നത്. സോ നമ്മൾ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുക, നമ്മുടെ സിനിമ നമ്മൾ ആഗ്രഹിച്ച ഒരു സിനിമ ചെയ്യാൻ വേണ്ടി പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം പരിപാടിയാണ്. അതുപോലെ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും തിരക്കുള്ള തൃഷ, വിനയറായി, ടോവി, ഇവരുടെയൊക്കെ കൂടെ ഒരു സീക്വൻസ് നമ്മൾ ആഗ്രഹിച്ച പോലെ ഷൂട്ട് ചെയ്യുന്നതിനിടയ്ക്ക് ക്രിസ്മസ് സംഭവിക്കുന്നു എന്ന് പറയുന്നത് ഭയങ്കര അനുഗ്രഹമാണ്, ഭയങ്കര സന്തോഷമാണ്. എല്ലാ ടീം മെമ്പേഴ്സിനും ഐഡൻറ്റിറ്റി സിനിമയുടെ പേരിൽ ക്രിസ്മസ് ആശംസകൾ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ലഞ്ച് ഒരുമിച്ച് ഇവിടുന്ന് കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു തവണ കൂടെ ക്രിസ്മസ് ആശംസകൾ. ടോവി ഒരു പ്രത്യേക ഡയറ്റൊക്കെ ഈ പടത്തിലെ ക്യാരക്ടറിന് വേണ്ടി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്ര തന്നെ കിട്ടുന്നത് ഭാഗ്യം. എനിക്ക് സ്ഥിരമായിട്ട് ഞാൻ പട്ടിണിയിൽ കൃത്യസമയത്ത് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഭാഗ്യം എന്ന് പറയാം. സാധാരണ വിത്തൗട്ട് ബ്രേക്കാണ് ഞങ്ങൾ പോകുന്നത്. അതല്ല, എനിക്ക് ഡയറ്റ് അത് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇത്രയും ബിരിയാണി കഴിച്ചിട്ട് കുറച്ച് നാളായി. நான் பிறந்தது ஃப்ரேசர் டவுன்ல, ஸோ லாட் ஆஃப் சர்ச்சஸ், கெத்தீட்ரல்ஸ், மை ஃப்ரெண்ட்ஸ் ஆர் கேத்தலிக்ஸ். நான் படிச்சது சென்ட் ஜெர்மைன் பாய்ஸ் ஹை ஸ்கூல், ரோமன் கேத்தலிக் ஸ்கூல். ஸோ கிறிஸ்மஸ் எப்போ எனக்கும் ஒரு பெரிய இதுதான். ஸோ ஆக்சுவலி என்னோட பிளேஸ் மேங்களூர். ஸோ மேங்களூர் கேத்தலிக்ஸ் அவர் பண்ணுறது சோர்பத்தேல் அண்ட் சன்னா. சோர்பத்தேல் சொன்னேன்னா போர்ச் விண்டலு மாதிரி, அண்ட் சன்னா சொன்னேன்னா இட்லி, வெரி ஸ்பஞ்சி, பியூட்டிஃபுல், ஃபேண்டாஸ்டிக் இட்லிஸ். ஸோ மெரி கிறிஸ்மஸ் டு எவ்ரி ஒன் இன் பெங்களூர். வாட்சிங் திஸ், ப்ளீஸ் வாட்ச் ஐடென்டிட்டி, யூ வில் லவ் இட். அது உங்களோட கிறிஸ்மஸ் எப்படி மாஸ்டர்? ஃபுட் கிறிஸ்மஸ் ஃபுட் என்ன? கிறிஸ்மஸ் ஃபுட்டு வந்து பிரியாணி தான். ஏன்னா சித்தி வந்து கிறிஸ்டினால, அதனால நாங்கள் வந்து சர்ச்சுக்கு போயிடுவோம். சர்ச்சுக்கு போனதுமே தென் வீட்டுக்கு வந்தால் மத்தியானம் ஃபுட் வந்து பிரியாணி.